ഇതെന്താണ് ഇങ്ങനെയെന്ന് കരുതുന്നുണ്ടാവും അല്ലേ? ഒരു മിസ്റ്റേക്ക് ആണെന്ന് കരുതും. കാരണം ബാഴ്സലോണയുടെ ആദ്യത്തെ കളി 12:30ക്കും രണ്ടാമത്തെ കളി അന്ന് തന്നെ 1:30ക്കും. ഇത് മിസ്റ്റേക്ക് അല്ല, ഇതൊരു ട്രയാങ്കുലർ ടൂർണമെൻ്റ് ആണ്. അതായത് ഫ്രീലി വെനീസിയ ഗിലിയ കപ്പ് പറയാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവർ ആദ്യമായിട്ട് നടത്തുന്ന ഒരു ടൂർണമെൻ്റ് ആണ്. പക്ഷേ ട്രയാങ്കുലർ ടൂർണമെൻറ്റ് ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. ബാഴ്സലോണ തന്നെ 24 വർഷങ്ങൾക്ക് മുന്നേ കളിച്ചിട്ടുണ്ട്. ഈ വെനീസിയ കപ്പ് ആദ്യമായിട്ടാണ്. ഈ കളി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടീമാണുള്ളത്. നോട്ടിംഗം ഫോറസ്റ്റും ബാഴ്സലോണയും ഉദിനിസിയാണുള്ളത്. ഇവർ 3 പേരും പരസ്പരം കളിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 45 മിനിറ്റ് ഉണ്ടാവുള്ളൂ. 90 മിനിറ്റ് കളി ഉണ്ടാവില്ല, വെറും 45 മിനിറ്റ്. അതുകൊണ്ടാണ് ബാഴ്സലോണയുടെ ആദ്യത്തെ കളി 12:30ക്ക് തുടങ്ങിയിട്ട് രണ്ടാമത്തെ കളി 1:30ക്ക് വരാൻ കാരണം വെറും 45 മിനിറ്റേ ഉള്ളൂ. ബാഴ്സലോണ വേഴ്സസ് നോട്ടിംഗം, നോട്ടിംഗം വേഴ്സസ് ഉഡിനിസെ, ഉഡിനിസെ വേഴ്സസ് ബാഴ്സലോണ. ഇങ്ങനെയായിരിക്കും ഒരു ടീമിന് 2 കളി. ഇനി ഈ കപ്പ് എങ്ങനെ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ 45 മിനിറ്റിനുള്ളിൽ വിജയിക്കുന്നവർക്ക് 3 പോയിന്റ് കിട്ടും. 45 മിനിറ്റ് ഡ്രോ ആയി കഴിഞ്ഞാൽ പെനാൽറ്റി ആയിരിക്കും. ആ പെനാൽറ്റിയിൽ ജയിക്കുന്നവർക്ക് 2 പോയിന്റ്, പെനാൽറ്റിയിൽ തോൽക്കുന്നവർക്ക് 1 പോയിന്റ് കിട്ടും. 45 മിനിറ്റിനുള്ളിൽ തന്നെ ഗോൾ വാങ്ങി തോൽക്കുന്നവർക്ക് 0 പോയിന്റ് ആയിരിക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളത് ആർക്കാണോ അവർക്കായിരിക്കും ഈ ഒരു കപ്പ്. ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മിസ്റ്റേക്ക് ആണെന്ന് തോന്നും, പക്ഷെ അല്ല, ഇതാണ് ട്രയാങ്കുലർ ടൂർണമെന്റ്. ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി.